അപ്പോൾ നമുക്ക് ഡിസൈൻ ഫോർ ഷിയറിൽ 2 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, an RCC beam 250 by 430 mm overall depth is subjected to a factored shear force of 45 kilonewton at the support line. Check the section for shear. Also design shear reinforcement if necessary. Use M20 concrete and Fe 415 steel. The beam is provided with tension steel of 684 millimeter square at the effective cover of 50 millimeter. Okay, so ഇതാണ് ഒരു ടിപ്പിക്കൽ ഷിയർ ഡിസൈനിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്തെഴുതുക. ഫാക്റ്റേർഡ് ഷിയർ ഫോഴ്സ് 45 kilonewton തന്നിട്ടുണ്ട്. സോ ഫാക്റ്റേർഡ് ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ V∗U 45 kilonewton എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഓവറോൾ ഡെപ്ത് ആണ് 430 millimeter, അതും തന്നിട്ടുണ്ട്. ഓവറോൾ ഡെപ്ത് ആണ് 430 millimeter. അപ്പോൾ നമുക്ക് ഇഫക്റ്റീവ് ഡെപ്ത് കണ്ടുപിടിക്കാമല്ലോ. സ്മോൾ d ഈസ് ഈക്വൽ ടു 430 മൈനസ് ഇഫക്റ്റീവ് കവറും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50. 430 മൈനസ് 50 ഈസ് 380 millimeter. ഓക്കെ, ഇനി നമുക്ക് ബീമിൻ്റെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ അറിയാം. വിഡ്ത്ത് ഓഫ് ബീം ബി ഈസ് ഈക്വൽ ടു 250 millimeter. ഓക്കെ, ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് നോമിനൽ ഷിയർ സ്ട്രെസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് നോമിനൽ ഷിയർ സ്ട്രെസ്? നോമിനൽ ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി അപ്ലൈഡ് ലോഡ് കാരണം ബീമിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ആണ് നോമിനൽ ഷിയർ സ്ട്രെസ്. ദാറ്റ് ഇസ് ടൗ വി ഈസ് ഈക്വൽ ടു VU/BD. നമുക്ക് ഈ ഫോർമുല അറിയാം. ഇത് നിങ്ങൾക്ക് കാണാതെ പഠിക്കണമെന്നില്ല, കാരണം IS കോഡിൽ ഇതേ ഇക്വേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കി വേണമെങ്കിൽ ചെയ്യാം. നിങ്ങളിവിടെ നോക്കിയ പേജ് നമ്പർ 72 ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഷിയറിൽ സെക്ഷൻ 40.1 ഇതേ എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. നോമിനൽ ഷിയർ സ്ട്രെസ് ടൗ വി ഈസ് ഈക്വൽ ടു VU/BD. ഓക്കെ, സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. VU വാല്യൂ നമുക്കറിയാം 45 kilonewton ആണ്. അതിന് Newton/mm²ലാണ് നമ്മൾ ഷിയർ സ്ട്രെസ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് kilonewton ന്യൂട്ടൺ ആക്കണം. സോ 45 × 10⁻³ ഡിവൈഡഡ് ബൈ ബി നമുക്കറിയാം 250 × D, ദാറ്റ് ഈസ് 380. സോ ഇത് സോൾവ് ചെയ്യുക. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.474 Newton/mm² എന്ന് കിട്ടും. ഓക്കെ, സോ ഇത്രയും കിട്ടിയാൽ നമുക്ക് നോമിനൽ ഷിയർ സ്ട്രെസ്സായി. ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് വെദർ ടൗ വി ഈസ് ലെസ് ദാൻ ടൗ സി മാക്സ്. ടൗ സി മാക്സിനേക്കാളും കുറവാണെങ്കിൽ പിന്നെ ഫർദർ പ്രൊസീഡ് ചെയ്തുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ ടൗ സി മാക്സ് ആണ് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. സോ ഫൈൻഡിങ് ടൗ സി മാക്സ്.
നമുക്കറിയാം ടൗ സി മാക്സ് ഏത് ടാബുലർ കോളത്തിൽ നിന്നാണ് കിട്ടുന്നത്? പേജ് നമ്പർ 73 ടേബിൾ 20ലാണ് ടൗ സി മാക്സിനെ കുറിച്ച് പറയുന്നത്. നമുക്കറിയാം ഫോർ കോൺക്രീറ്റ് ഗ്രേഡ് M20 ടൗ സി മാക്സ് ഈസ് 2.8 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. അപ്പോൾ അതെഴുതുക. ഫോർ M20 കോൺക്രീറ്റ് tau c max is equal to 2.8 Newton per millimeter square. Okay. So tau v is less than tau c max. അതുകൊണ്ട് സേഫ് ആണ്. So since tau v is less than tau c max implies safe in shear. അപ്പോൾ ഇനി നമുക്ക് പ്രൊസീഡ് ചെയ്യാം. വേറെ ഒന്നുമല്ല, ടൗ സി മാക്സിനേക്കാളും കൂടുതലായിരുന്നു ടൗ ഇ എങ്കിൽ യു ഹാവ് ടു സ്റ്റോപ്പ് ഇറ്റ് റൈറ്റ് ഹിയർ. യു കനോട്ട് പ്രൊസീഡ് ഫർദർ. ഓക്കെ. ഇനി ടൗ ഇ ലെസ് ദാൻ ടൗ സി മാക്സ് ആയതുകൊണ്ട് ഈ സെക്ഷൻ ഈസ് സേഫ്. ഈ സെക്ഷനെ റീഡിസൈൻ ചെയ്യേണ്ട, പക്ഷേ നമുക്ക് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ആവശ്യമുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് അടുത്ത കണ്ടുപിടിക്കേണ്ടതാണ് ഫൈൻഡിങ് ടൗ സി. ടൗ സി ആണ് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. ടൗ സി കണ്ടുപിടിക്കാൻ ഉള്ള പ്രൊസീജിയറും നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾക്കറിയാം, പേജ് നമ്പർ 73 ടേബിൾ 90ലാണ് ടൗ സീനെ കുറിച്ച് പറയുന്നത്. ടേബിൾ 19ൽ നിന്നും ടൗ സി കണ്ടുപിടിക്കാം. അപ്പോൾ ടേബിൾ 19 നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കൊരു ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. 100 AST/BD ആണ് ഈ ഫസ്റ്റ് കോളം. അടുത്ത കോളംസ് എല്ലാം ഓരോ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് അനുസൃതമായിട്ടുള്ള ടൗ സി വാല്യൂ ആണ്. അപ്പോൾ ഇതിനകത്ത് പെർസെൻറ്റേജ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണെന്ന് അറിയാം. അതിൽ നിന്നും ടൗ സി ഈസി ആയിട്ട് ചൂസ് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ ശ്രദ്ധിക്കുക, ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് 684 മില്ലിമീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. 684 മില്ലിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് ഇത് എന്താണ്? ദിസ് ഈസ് നത്തിങ് ബട്ട് AST നമുക്കറിയാം, ഡിവൈഡഡ് ബൈ BD. BD എന്ന് പറയുന്നത് ബീമിൻ്റെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷനാണ്. ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് പെർസെൻറ്റേജ് റീഇൻഫോഴ്സ്മെൻറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ. സോ ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതാണ്. എങ്കിലേ ഈ ടേബിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് തിങ് ടു ബി ഫൗണ്ട് ഔട്ട് ഈസ് 100 AST/BD ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് AST എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 684 മില്ലിമീറ്റർ സ്ക്വയർ. ഓക്കെ. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 100 × 684 ഡിവൈഡഡ് ബൈ BD. വാട്ട് ഈസ് B? 380 × D 250. ഓക്കെ. സോ ഇത് ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ B × D ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് എത്രയാണെന്ന് കിട്ടും? 100 AST/BD എന്ന് പറഞ്ഞാൽ 0.72 എന്ന് കിട്ടും. പെർസെൻറ്റേജ് ആണ്. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ഇത് പെർസെൻറ്റേജ് ആണ്. ഓക്കെ. 0.72% എന്ന് കിട്ടും. ഓക്കെ. ഇനി നമുക്ക് ടേബിൾ 19 യൂസ് ചെയ്യാം. ടേബിൾ 19ൽ 0.72 ആണ് നമ്മുടെ പെർസെൻറ്റേജ് സ്റ്റീൽ. പക്ഷേ ടേബിൾ 19ൽ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് സ്റ്റീൽ 0.75 ഉണ്ട്, 0.5 ഉണ്ട്. ഇപ്പോൾ 0.5നും 0.75നും ഇടയ്ക്കാണ് 0.72. അപ്പോൾ ഈ രണ്ട് വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൗ സി വാല്യൂ ചൂസ് ചെയ്യുക. എന്നിട്ട് യൂസിങ് മെത്തേഡ് ഓഫ് ഇൻ്റർപൊളേഷൻ യു ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. അപ്പോൾ 0.5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള M20 ഗ്രേഡ് കോൺക്രീറ്റ് ആണ്. ടൗ സി വാല്യൂ എത്രയാണ്? 0.75നും 0.5നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസാണ് ചൂസ് ചെയ്യേണ്ടത്. സോ 0.5ന് കറസ്പോണ്ടിങ് ആയിട്ട് 0.48ഉം 0.75ന് കറസ്പോണ്ടിങ് ആയിട്ട് 0.56ഉമാണ് ഉള്ളത്. ഓക്കെ. ഇത് രണ്ട് വാല്യൂസും ടൗ സി വാല്യൂസാണ്. അത് എക്സ്പ്രസ് ചെയ്യുന്നത് ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയറിലാണ്. അപ്പോൾ ഇനി മെത്തേഡ് ഓഫ് ഇൻ്റർപൊളേഷൻ വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ അടുത്ത ജോലി. സോ ഫോർ 0.5% സ്റ്റീലായിരുന്നെങ്കിൽ വാട്ട് ഈസ് ടൗ സി? നമുക്കറിയാം 0.48 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ഫോർ 0.75% ടെൻഷൻ സ്റ്റീലാണെങ്കിൽ ടൗ സി ഈസ് ഈക്വൽ ടു 0.56 എന്നാണ് ടേബിളിൽ നിന്ന് കിട്ടിയത്. ഓക്കെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോർ
0.72% ആണ്. ഓക്കെ, അപ്പോൾ ടൗ സി വാല്യൂ കറസ്പോണ്ടിങ് ടു 0.72% കണ്ടുപിടിക്കണം. ഇത് മെത്തേഡ് ഓഫ് ഇൻ്റർപോളേഷൻ ആണ്, നമുക്കറിയാം. സോ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് വാല്യൂ എഴുതുക 0.48 പ്ലസ്, ഇനി സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ആണ് ചെയ്യേണ്ടത് 0.56 മൈനസ് 0.48 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ചെയ്യുക, ദാറ്റ് ഈസ് 0.75 മൈനസ് 0.50 ഇൻറ്റു നമ്മുടെ ആവശ്യമുള്ള വാല്യൂ 0.72 മൈനസ് ഫസ്റ്റ് വാല്യൂ 0.5. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ടൗ സി വാല്യൂ കിട്ടും. യു വിൽ ഗെറ്റ് ഇറ്റ് എ 0.55 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, സോ ടൗ വി വാല്യൂ അറിയാം, നമ്മൾ ടൗ സി മാക്സ് കണ്ടുപിടിച്ചു, ഇപ്പോൾ ടൗ സി കണ്ടുപിടിച്ചു. നൗ what is evident from this? Tau v is less than tau c. Okay, tau v യും tau c യേക്കാൾ കുറവാണ് tau v വാല്യൂ. ഓക്കെ, സോ അതാണ് അടുത്ത് എഴുതേണ്ടത്. സോ വി ഫൗണ്ട് ദാറ്റ് tau v is less than tau c. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചു tau v less than tau c ആണെങ്കിൽ there arises two situations. Tau v less than 0.5 tau c ആകാം, ഒന്നെങ്കിൽ ഈ സിറ്റുവേഷൻ ആകാം, അല്ലെങ്കിൽ tau v greater than 0.5 tau c എന്നുള്ള സിറ്റുവേഷനും ആകാം. ഓക്കെ, tau c യേക്കാളും കുറവാണ്, പക്ഷേ 0.5 tau c യേക്കാളും കുറവോ കൂടുതലോ ആകാം tau v വാല്യൂ. അപ്പോൾ അത് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി 0.5 tau c എത്രയെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, what is 0.5 tau c? 0.5 into 0.55. ഇത് എത്ര കിട്ടും? 0.5 into 0.55 ചെയ്യുമ്പോൾ നമുക്ക് 0.275 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. പക്ഷെ നമ്മുടെ ടൗ വി വാല്യൂ എത്രയായിരുന്നു? ഇറ്റ് ഈസ് 0.474 ആയിരുന്നു ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ. ദിസ് മീൻസ് ടൗ വി ഈസ് ഗ്രേറ്റർ ദാൻ 0.5 ടൗ സി. ഓക്കെ, ഇതിനർത്ഥം എന്താണ്? ടൗ വി ഈസ് ഗ്രേറ്റർ ദാൻ 0.5 ടൗ സി ആകുമ്പോൾ we must provide minimum shear reinforcement. So provide minimum shear reinforcement. Okay, it is very important. Minimum shear reinforcement provide ചെയ്താൽ മതി, അല്ലാതെ shear reinforcement ഡിസൈൻ ആയിട്ട് ചെയ്യണ്ട. If tau v is less than 0.5 tau c, അവിടെ shear reinforcement പോലും പ്രൊവൈഡ് ചെയ്യേണ്ടി വരില്ല. നമുക്കിവിടെ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0.5 tau c ആയതുകൊണ്ട് പ്രൊവൈഡ് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, സോ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിന് വേണ്ടിയുള്ള ഡിസൈനാണ് ചെയ്യേണ്ടത്. അത് നമുക്കറിയാം, പേജ് നമ്പർ 48 IS കോഡിൽ കിടപ്പുണ്ട്. പേജ് നമ്പർ 48 എടുക്കുക. പേജ് നമ്പർ 48 മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് ക്ലോസ് 26.516 പറയുന്നുണ്ട്. ASV by BSV is greater than or equal to 0.4 divided by 0.87 FI. അതിൽ ഓരോ ടേംസും എന്താണെന്ന് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ആദ്യം ആ എക്സ്പ്രഷൻ എഴുതുക. ഫ്രം പേജ് 48, ASV by BSV is greater than or equal to 0.4 divided by 0.87 FY. ഓക്കെ, ഇതിനകത്ത് ASV എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് 2 ലെഗ്ഡ് സ്റ്റിറപ്സ്, അതിൻ്റെ ഏരിയയാണ് എടുക്കേണ്ടത്. നമുക്ക് 2 ലെഗ്ഡ് സ്റ്റിറപ്പ് ആദ്യം അസ്യൂം ചെയ്തിട്ട് വേണം ഇവിടെ പ്രൊവൈഡ് ചെയ്യേണ്ട മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ 2 ലെഗ്ഡ് സ്റ്റിറപ്സ് തമ്മിലുള്ള സ്പേസിങ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അസ്യൂം 2 ലെഗ്ഡ്, നമുക്ക് വെർട്ടിക്കൽ സ്റ്റിറപ്സ് ആണെന്ന് അസ്യൂം ചെയ്യാം. വെർട്ടിക്കൽ സ്റ്റിറപ്സ്
of 8 mm diameter. 8 mm diameter ഉള്ള സ്റ്റിറപ്സ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് വയ്ക്കാം. ഇതുപോലെ നമ്മൾ ടു ലെഗ്ഡ് സ്റ്റിറപ്സ് ആണ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലെ ഓരോ ലെഗ്സിൻ്റെയും നമ്മൾ പഠിച്ചതാണ്, ഇതിനാണ് ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിലെ ഓരോ ലെഗിനും ക്രോസ് സെക്ഷൻ എത്രയാണ്? 8 mm ഡയമീറ്റർ ആണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഇതിൽ SV എന്ന് പറഞ്ഞാൽ സ്പേസിങ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് സ്റ്റിറപ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ടേംസും നമുക്ക് അറിയാം. അപ്പോൾ അത് കണ്ടുപിടിക്കണം. സോ ആദ്യം കണ്ടുപിടിക്കേണ്ട ASV എന്ന് പറയുന്നത് 2 ലെഗ്ഡ് സ്റ്റിറപ്സ് ആണ്. അപ്പോൾ ഓരോ ലെഗിൻ്റെയും ക്രോസ് സെക്ഷണൽ ഏരിയ ആഡ് ചെയ്യണം. സോ 2 times π/4 × 8². ഓക്കെ, ഇത് ചെയ്യുമ്പോൾ 100.53 mm² എന്ന് കിട്ടും. ഓക്കെ, വാട്ട് ഈസ് B? വിഡ്ത്ത് ഓഫ് ബീം നമുക്ക് അറിയാം, ദാറ്റ് ഈസ് 250 mm. വാട്ട് ഈസ് FY? 415 Nm/mm². ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് എവറിത്തിങ് ഹിയർ. ഇവിടെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ദിസ് ഇക്വേഷൻ 1 എന്ന് ഞാൻ എഴുതാം. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇക്വേഷൻ 1 ചെയ്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 100.53 divided by 250 into SV greater than or equal to 0.4 divided by 0.87 into 415. ഇവിടെ എന്ത് ചെയ്യണം? SV-നെ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകുക. അപ്പോൾ അത് ന്യൂമറേറ്ററിൽ പോകും. ബാക്കി എല്ലാ ടേംസും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എല്ലാ ടേംസിനെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോകുക. സോ യു ആർ റീഅറേഞ്ചിങ് ഇറ്റ്. SV-നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് SV-യിൽ നിന്ന് റീഡ് ചെയ്ത് തുടങ്ങിയാൽ SV ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരും. സോ SV ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എവറി അതർ ടേംസ് ഓൺ ദ റൈറ്റ് സൈഡ് യു ബ്രിങ് ഇറ്റ് ടു ദ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ 100.53 ഇൻറ്റു 0.87 ഇൻറ്റു 415 divided by 250 into 0.4. ഓക്കെ, സോ ഇത് നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ SV is less than or equal to 362.96 mm എന്ന് കിട്ടും. പക്ഷെ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ദ സ്പേസിംഗ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് സ്റ്റിറപ്സ്. ദ സ്പേസിംഗ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് സ്റ്റിറപ്സ് SV should always be less than or equal to 0.75 times D or 300 mm എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് ഇതിനേക്കാളും കുറവാണോ എന്ന് ചെക്ക് ചെയ്യുക. സോ ചെക്ക് വെദർ SV is less than or equal to 0.75 D or 300 mm, whichever is less. അപ്പോൾ 0.75 D എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.75 ഇൻറ്റു D is 380. ഇത് സോൾവ് ചെയ്യുമ്പോൾ 285 mm എന്ന് കിട്ടും. സോ നമ്മൾ കണ്ടുപിടിച്ചത് ഇതിനേക്കാളും കൂടുതലാണ്, 300 അല്ലെങ്കിൽ 285 mm കൂടുതലായതുകൊണ്ട് നമ്മൾ ഏറ്റവും സ്പേസിങ് ബിറ്റ്വീൻ സ്റ്റിറപ്സ് എപ്പോഴും അടുപ്പിച്ചേ കൊടുക്കാൻ പാടുള്ളൂ. ഷുഡ് ബി പ്രൊവൈഡഡ് വെരി ക്ലോസ് ടു ഈച്ച് അതർ. അപ്പോൾ ഇതിലെ ഏറ്റവും മിനിമം വാല്യൂ വേണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ ഔട്ട് ഓഫ് ദിസ് സ്പേസിങ് ബിറ്റ്വീൻ സ്റ്റിറപ്സ് ഏറ്റവും നല്ലത് ഏതാണ്? 285 അതിനേക്കാളും കുറവായിട്ടുള്ള ഒരു സ്റ്റിറപ്പ് വേണം പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? The spacing between stirrups to be provided should be less than 285 or 285. ഇതിനേക്കാളും കുറവോ വേണമെങ്കിൽ കൊടുക്കാം. So provide 8 mm dia 2-legged stirrups, 2-legged vertical stirrups at 285 കുറവ് വേണമെങ്കിലും കൊടുക്കാം. സോ ഐ എം പ്രൊവൈഡിങ് 250 mm സെൻറ്റർ ടു സെൻറ്റർ. ഓക്കെ, സോ ഐ എം പ്രൊവൈഡിങ് 8 mm dia 2-legged vertical stirrups at 250 mm സെൻറ്റർ ടു സെൻറ്റർ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ.